എന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. ചിങ്ങമാസം മുതൽ അതിഭാഗ്യം വന്നെത്തുന്ന കുറച്ചു നാളുകാരുണ്ട്. ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും മാറി സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തുന്ന കുറച്ചു നക്ഷത്രക്കാർ. അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ എല്ലാം മാറി നിങ്ങളെ വലിയൊരു ഭാഗ്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഞാൻ പറയാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അയലത്തോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും അഭിവൃദ്ധിയുണ്ടാകുമെന്ന് തന്നെ പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാരിൽ നിന്ന് കൈനീട്ടം മാത്രമല്ല അവരെ വിളിച്ച് 1-ാം തീയതി തന്നെ നിങ്ങളുടെ വീട്ടിൽ കയറ്റുകയും സന്തോഷമായി തന്നെ അവരുടെ മനസ്സു നിറച്ച് ആഹാരവും കൊടുക്കുന്നതും നിങ്ങളെ അതിഭാഗ്യവാന്മാരാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 1-ാം തീയതി കയറൽ പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു. ചില നക്ഷത്രത്തിൽ ജനിച്ചവർ 1-ാം തീയതി മറ്റാരും കയറുന്നതിന് മുൻപായി രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ ഭാഗ്യമാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഇപ്പോഴും പല വീടുകളിലും ഇത് ആചരിച്ചു പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുവന്നത് ഈ പറയുന്ന നക്ഷത്രജാതകരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങുന്നത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാലം അഭിവൃദ്ധിയുടെ ഒരു തേരോട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. എന്റെ ഉപാസനാമൂർത്തിക്ക് എല്ലാ മാസത്തിലെ പൗർണമിനാളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ ചെയ്യുന്ന പ്രത്യേക പൂജയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരുടെയും ദുരിതങ്ങൾ മാറുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ കൊടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞുവന്ന നാളുകാരിൽ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന സമയമാണിത്. അതുകൊണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചയാളിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇവരെ 1-ാം തീയതി വീട്ടിൽ കയറ്റുന്നതും കൈനീട്ടം ഇവരിൽ നിന്നും വാങ്ങുന്നതും നല്ലതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മഹാഭാഗ്യം വന്നുചേരുന്നതാണ്. പിന്നെയുള്ളത് കാർത്തിക നക്ഷത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന കാലഘട്ടമാണ് ഇനി കാർത്തികനാളുകർക്ക് വരാൻ പോകുന്നത്. ഇവർക്ക് ഇനി മുതൽ നേട്ടങ്ങളുടെയും സമ്പൽസമൃദ്ധിയുടെയും കാലമാണ്. അതുകൊണ്ട് ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതിനെയൊരു മഹാഭാഗ്യമായി തന്നെ കരുതാം. പുണർദം നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങാൻ ഭാഗ്യമുണ്ടായാൽ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചതിനുശേഷം ഒരു വലിയ മാറ്റത്തിലേക്ക് ചുവടുവയ്ക്കാൻ തുടങ്ങുകയാണ് ഈ നക്ഷത്രക്കാർ. ഇവർ ശരിക്കും വിഷ്ണുപ്രീതി നടത്തി മുന്നോട്ടു പോകേണ്ട സമയമാണ്. ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുമെന്ന് ഉറപ്പായിട്ടും പറയാം. അടുത്തത് ആയില്യം നാളുകാരാണ്. നിധിക്ക് കാവലിരിക്കുന്ന സർപ്പദൈവങ്ങൾ അധിപനായിട്ടുള്ള ആയില്യം നാളുകാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് നിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവർ പോലുമറിയാതെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്ന സമയമാണിത്. ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. അവസാനമായി പറയുന്നത് മകം നാളുകാരെക്കുറിച്ചാണ്. അവർ കുറച്ചു കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന വിഷമതകൾ എല്ലാം മാറി വലിയൊരു ഭാഗ്യത്തിലേക്ക് കയറുന്ന ഒരു സമയമാണിത്. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾക്ക് വരെ യോഗമുള്ള സമയമാണ് ഇനി മകം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും വീട്ടിൽ 1-ാം തീയതി കയറ്റുന്നതുമെല്ലാം നിങ്ങൾക്ക് മഹാഭാഗ്യത്തെ കൊണ്ട് തരുന്നതാണെന്ന് പറയാം. എല്ലാ കൂട്ടുകാർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ.